ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചാറാണ്. ഉണക്ക മീൻ വെച്ചിട്ടുള്ള കറിയാണ്. ഇതിനു വേണ്ടി ഞാൻ 2 തക്കാളി, 2 പച്ചമുളക്, 1 ഉള്ളി, ഒരു വലിയ സവാള, ഒരു 1.5 ഇഞ്ച് ഇഞ്ചി, പിന്നെ കുറച്ച് പോട്ട്സ് വെളുത്തുള്ളി ഇതെടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഷാർക്കാണ്. ഷാർക്ക് നമ്മൾ ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്ത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിൽ പ്രിസർവേറ്റീവ്സും ഉപ്പ് നന്നായിട്ടുണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് സമയം നന്നായി പുറത്ത് വെച്ചിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് തന്നെ ഇതെടുക്കണം. പിന്നെ ഉപ്പ് കറിയിലധികം ആഡ് ചെയ്യേണ്ടി വരില്ല. മോസ്റ്റ്ലി ഉണക്ക് മീനിൻ്റെ ഉപ്പ് തന്നെ ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി. ചട്ടി ചൂടാവുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് വരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് ഉലുവയുടെ മൂത്ത മണം വരുമ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും നന്നായി ചതച്ചെടുക്കുക. മൂത്ത് വരുന്ന ഉലുവയിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇടാം. അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് നേർപ്പിച്ച് അരിഞ്ഞിട്ടുള്ള സവാള ആഡ് ചെയ്യാം. സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു കളറൊക്കെ മാറി പച്ചപ്പൊക്കെ മാറി ഒരു ട്രാൻസ്ലൂസൻ്റ് ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പിന്നാലെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്തതും ഇതിലേക്ക് ആഡ് ചെയ്യാം. പച്ചമുളകും അതുപോലെ ചെറുതായി അരിഞ്ഞ് ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് നന്നായി സോഫ്റ്റ് ആവുന്നവരെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്യാം. ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സാക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. ആ വെള്ളത്തിലൊന്ന് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരൊന്ന് കുക്കായി വരുന്നവരെ നമുക്കിത് അടച്ച് വേവിക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴേക്ക് നമ്മൾ കഴുകി നീറ്റാക്കി വെച്ചിട്ടുള്ള ഉണക്ക് അല്ലെങ്കിൽ ഡ്രൈ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി യോജിപ്പിച്ച് ചെറു തീയിൽ കുക്ക് ചെയ്യാൻ വെക്കാം. കുറച്ച് സമയം അടച്ച് നമുക്ക് ഇതുപോലെ വേവിക്കാം. ഇനി നമുക്ക് അരപ്പാണ് റെഡിയാക്കേണ്ടത്. കുറച്ച് തേങ്ങയും ജീരകവും കുറച്ച് പെരുംജീരകവും കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ച് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് പുളി ആഡ് ചെയ്യണം. പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളതെടുത്ത് നന്നായി അതിൻ്റെ പൾപ്പ് ആക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് ചെറു തീയിൽ നന്നായി കുറുകി വരുന്നവരെ തിളപ്പിച്ചെടുക്കുക. പുളി നമുക്ക് പാകം നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. കാരണം തക്കാളിയുടെ പുളിയുണ്ട്, എന്നാലും കുറച്ചുകൂടി പുളി കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. മേലെ കൂടെ വെളിച്ചെണ്ണ തൂവിയിട്ട് നമുക്ക് കറി യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.